നമസ്കാരം. എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന ചില പ്രേക്ഷകരുണ്ട്. അവർക്കെൻ്റെ നമ്പർ അറിയാം, അവരെനിക്ക് മെസ്സേജ് അയക്കും, ചിലപ്പോൾ വിളിക്കാറുണ്ട്. അവരൊക്കെ നിരന്തരമായി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താണ് സിനിമയെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല, നിങ്ങളൊരു സിനിമാ പ്രവർത്തകനല്ലേ, അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെയെങ്കിലും സിനിമയെക്കുറിച്ച് സംസാരിക്കണ്ടേ? ഞാൻ അവരോടൊക്കെ പറയുന്നത് സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. കാരണം അത്രയധികം രാഷ്ട്രീയ വിഷയങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും നിലനിൽക്കുന്നു. അപ്പോൾ അവിടെ എൻ്റെ ഒരഭിപ്രായം, എൻ്റെ ഒരു കാഴ്ചപ്പാട്, അതിന് എത്രത്തോളം വില കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. ഞാൻ പറയുന്നത് കൊണ്ട് ഇവിടെ ഈ സമൂഹത്തിൽ വളരെ നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്നല്ല. ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ അത് ഒരു അനുരണനം സൃഷ്ടിക്കാൻ കഴിഞ്ഞെങ്കിൽ വലിയ കാര്യമായി ഞാൻ കരുതുന്നു. പലപ്പോഴും പല വീഡിയോയും കണ്ടിട്ട് ചിലരൊക്കെ വിളിക്കാറുണ്ട്, നിങ്ങൾ ആ പറഞ്ഞത് കൃത്യമായ കാര്യമാണ്, ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല അതിനെക്കുറിച്ച് എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ഒരുപാട് മുഖവരിയിലേക്ക് പോകുന്നില്ല. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് മുറ എന്നൊരു സിനിമയെക്കുറിച്ചാണ്. ആദ്യമേ പറയട്ടെ, ഇതിൻ്റെ സംവിധായകനായ മുഹമ്മദ് മുസ്തഫയെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ടാകും, സംസാരിച്ചിട്ടുണ്ടാകും. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ സുരേഷ് ബാബു എനിക്കൊരു പരിചയവുമില്ല. ഒരു എസ് സുരേഷ് ബാബു ഉണ്ട്, അദ്ദേഹത്തെ നല്ല പരിചയമാണ്, അത് വേറൊരു റൈറ്ററാണ്. ഛായാഗ്രഹനായ DOP ആയ ഫാസിൽ നാസർ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. എഡിറ്റർ ചമൻ ചാക്കോ യാതൊരു പരിചയവുമില്ല. അതിൻ്റെ നിർമ്മാതാവായ റിയ ഷിബുവിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. മ്യൂസിക് ഡയറക്ടർ ക്രിസ്റ്റി ജോബി ഒരു പരിചയവുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും പേരെ പരിചയമില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം, ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല. ഒരു സിനിമ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളതാണ്. ഒരുപാട് വയലൻസ് ഉള്ള സിനിമകൾ എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇന്നത്തെ തലമുറ, യുവതലമുറ ഇഷ്ടപ്പെടുന്നത് ഒത്തിരി വയലൻസ് ഉള്ള സിനിമകളാണ്. അതിൻ്റെ കാരണം ഒരു സൈക്കോളജിസ്റ്റ് എന്നോട് പറഞ്ഞത്, ഈ വീഡിയോ ഗെയിം കളിച്ചു വളർന്ന കുട്ടികളാണ്. ആ ചെറുപ്രായത്തിൽ തന്നെ അവർ ഗെയിമിലൂടെയാണെങ്കിലും വെടിവെച്ച് കൊല്ലുന്നു, ചവിട്ടിത്തെറിപ്പിക്കുന്നു. ഇത്തരം ഗെയിമുകൾ കണ്ട് അവരുടെ മനസ്സിൽ കൊല്ലുക, മരണം ഇതൊന്നും വലിയ വിഷയമല്ല. അതുകൊണ്ട് തന്നെയാണ് രക്തം ചീറ്റിത്തെറിക്കുന്നത്, ശരീരം പൊട്ടിത്തെറിക്കുന്നത്, ബോംബ് വെച്ച് തകരുന്നത്, അറുത്ത് മാംസക്കഷ്ണങ്ങൾ എടുക്കുന്നത്, അവിടുന്ന് ചോര ചീറ്റുന്നത്. അതൊക്കെ പല സിനിമകളിൽ, ഈ അടുത്ത കാലത്ത് വന്ന ഹിറ്റ് സിനിമകളിലെയും ദൃശ്യങ്ങളായി. ആ പടങ്ങളൊക്കെ ഹിറ്റായിട്ടുമുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു സിനിമയ്ക്ക് ഒരു ആൾ ഫേസ്ബുക്കിലൂടെ ഒരു വിമർശനം ഉന്നയിച്ചതിൻ്റെ പേരിൽ അതിൻ്റെ നിർമ്മാതാവും സംവിധായകമായ ഒരാൾ വിളിച്ച് പുലഭ്യം പറഞ്ഞു, അയാളെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും. അങ്ങനെ പണം മുടക്കി സിനിമയെടുത്തവർക്ക്, അല്ലെ അതിൻ്റെ സൃഷ്ടാക്കൾക്ക് എപ്പോഴും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ്. അവരെ ആരെങ്കിലും വിമർശിച്ചാൽ, ആ സിനിമയെ വിമർശിച്ചാൽ അവർക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഈ ഓൺലൈൻ റിവ്യൂ ചെയ്യുന്നവരെ എതിർക്കുന്നതും അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതും. സാധാരണഗതിയിൽ ഞാൻ സിനിമ റിവ്യൂ കാണുന്നത് ഒരേ ഒരാളുടെയാണ്, അശ്വന്ത് കോക്ക്. ഞാൻ സ്ഥിരമായി കാണാറുണ്ട്. ഞാനത് സിനിമയുടെ ഒരു നിലവാരം അറിയാൻ വേണ്ടി മാത്രമല്ല, അയാളുടെ പ്രസൻറ്റേഷൻ, അയാൾ സംസാരിക്കുന്ന രീതിയൊക്കെ വളരെ രസകരമാണ്. അതിലൊരുപാട് തമാശയുണ്ട്, നർമ്മമുണ്ട്. ആ നർമ്മം ആസ്വദിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അയാളുടെ വീഡിയോ സ്ഥിരമായി കാണുന്നത്. അങ്ങനെ ഞാൻ ഈ മുറ എന്ന സിനിമയുടെയും റിവ്യൂ കണ്ടു. അദ്ദേഹം നല്ല റിവ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ഈ സംവിധായകൻ്റെ ആദ്യ സിനിമ കപ്പേള ഞാൻ തിയേറ്ററിൽ കണ്ടതാണ്. ഒരു പ്രതീക്ഷയുമില്ലാതെ പോയതാണ്. എൻ്റെ സുഹൃത്തായ ബെന്നി പി നായരമ്പലത്തിൻ്റെ മകൾ അന്നാബെൻ ആയിരുന്നു നായിക, ശ്രീനാഥ് ഭാസി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു താരനിരയുണ്ടായിരുന്നു. ഒരു നല്ല സംവിധായകൻ്റെ, തിളക്കമുള്ള, മുൻപിലേക്ക് വരാൻ കഴിയുന്ന ഭാവിയുള്ള ഒരു സംവിധായകൻ്റെ കയ്യൊപ്പ് ആ സിനിമയിലുണ്ടായിരുന്നു. ഒരു മലയോര ഗ്രാമത്തിലെ ഒരു പെൺകുട്ടി ചതിയിൽപ്പെടാൻ പോകുന്നതും അവിടെ നിന്നൊരാൾ രക്ഷിക്കുന്നതുമായിരുന്നു അതിൻ്റെ കഥ. സിനിമ കണ്ടവർക്കറിയാം. പക്ഷേ എത്ര രസകരമായിട്ടാണ് അതിൻ്റെ സ്ക്രീൻ പ്ലേ, അതിൻ്റെ അവതരണം, അതിൻ്റെ മേക്കിംഗ്, അതൊക്കെ ഒരു സംവിധായകനും എടുക്കുകയാണല്ലോ. എന്നാൽ ഒരത്ഭുതം ഉണ്ടാക്കാൻ ആർക്കും കഴിയും, രണ്ടാമതൊരത്ഭുതം സൃഷ്ടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് സിനിമയിൽ ആദ്യ സിനിമ വൻ വിജയമായതിനു ശേഷം രണ്ടാമത്തെ ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ്. കാരണം പഴയ സിനിമയുടെ ഹാങ് ഓവർ അങ്ങനെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ചില സംവിധായകരൊക്കെ അക്കാര്യത്തിൽ പാളിപ്പോയിട്ടുണ്ട്. രണ്ടാമത് സിനിമ അമ്പേ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും മുഹമ്മദ് മുസ്തഫ രണ്ടാമതൊരു സിനിമ എടുക്കാൻ അല്പം വൈകിയത്. കപ്പേള എന്ന സിനിമയുടെ സംവിധായകനായതുകൊണ്ടാണ് ഞാൻ മുറ എന്ന സിനിമ തിയേറ്ററിൽ കാണാൻ തീരുമാനിച്ചത്. കപ്പേളയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു ട്രീറ്റ്മെൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സംവിധായകൻ, മിടുക്കനായ ഒരു സംവിധായകൻ്റെ കയ്യൊപ്പ് ആ സിനിമയിലുണ്ട്. ഞാൻ തിയേറ്ററിൽ നിന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്, മുഹമ്മദ് മുസ്തഫ മിടുക്കനാണ്. കാരണം എന്തൊരു ചടുലമായിട്ടാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മറ്റൊരാളാണ് സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നതെങ്കിലും സംവിധായകൻ്റെ
ഒരു കാഴ്ചപ്പാടും സംവിധായകൻ്റെ കൈകടത്തലും അതിലുണ്ടാവണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുഹമ്മദ് മുസ്തഫയെക്കുറിച്ച് തന്നെ പറയുന്നത്. അശ്വന്ത് കൊക്ക് റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞു അതിൽ ചില വിയോജിപ്പുകളുണ്ട്, ക്ലൈമാക്സിനോട് വിയോജിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് ആകെ ഇതിൽ പറയാനുള്ളത്, ഞാൻ സ്പോയിലർ ആകുന്നതുകൊണ്ട് കഥയൊന്നും പറയുന്നില്ല, തുടക്കത്തിലെ ആ സീൻ അത് വേണ്ടിയിരുന്നില്ല. ഒരു സാധാരണ കഥ തുടങ്ങുന്നത് പോലെ അങ്ങ് തുടങ്ങിയിരുന്നെങ്കിൽ അവസാനം വരെ ഒരു സസ്പെൻസ് നിലനിൽക്കുമായിരുന്നു. ഇത് ക്ലൈമാക്സിലെ ആ സീക്വൻസ് ആദ്യം തുടങ്ങിയത് തന്നെ അതിലൊരു ചെറിയ അപാകതയാണ്. 7 ചെറുപ്പക്കാരുള്ളൂ, അതിൽ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. എത്ര മനോഹരമായാണ് ഓരോ താരങ്ങളും അഭിനയിച്ചിരിക്കുന്നത്. അതിൽ പലതും പുതുമുഖങ്ങളാണ്. അവരെ അങ്ങനെ അഭിനയിപ്പിച്ചെടുക്കണമെങ്കിൽ അത് സംവിധായകൻ്റെ മികവ് തന്നെയാണ്, കഴിവ് തന്നെയാണ്. ഫാസിൽ നാസർ എന്ന ക്യാമറമാൻ ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത സഹായത്തെക്കുറിച്ച് പറയാൻ നിവൃത്തിയില്ല. അതിൻ്റെ ഓരോ ഷോട്ടുകളും സംവിധായകൻ പറഞ്ഞിട്ടാണെങ്കിലും അതിൻ്റെ ലൈറ്റിംഗ്, ക്യാമറയുടെ മൂവ്മെൻറ്റുകൾ, അങ്ങനെ ആ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ തുടക്കം മുതൽ മനുഷ്യനെ പിടിച്ചിരുത്തുന്ന ഒരു വലിയ കഥയെന്നൊന്നും പറയാനില്ല. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള കഥാംശം അതിലുണ്ടാവാം, പക്ഷേ തുടക്കം മുതൽ അത് അടുത്തതെന്തായിരിക്കും എന്ന് പറയുന്ന ഒരു ക്യൂരിയോസിറ്റി, ആകാംക്ഷ പ്രേക്ഷകർക്ക് കൊടുത്തുകൊണ്ടാണ് ആ സിനിമ മുമ്പോട്ട് പോകുന്നത്. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതിൻ്റെ പ്രധാന കാരണവും മറ്റൊന്നാണ്. ഞാൻ ഇന്നലെ ഈ സിനിമ കാണാൻ എറണാകുളത്തെ PVR തിയേറ്ററിൽ ചെല്ലുമ്പോൾ തിയേറ്ററിലൊരു 20% ആളുകളെ ഉണ്ടായിരുന്നു. റിലീസ് ചെയ്ത് 4ാമത്തെ ദിവസമാണെന്ന് വിചാരിക്കണം. ഇത്രയും കഷ്ടപ്പെട്ട് പണം മുടക്കി ഒരു നല്ല സിനിമ ചെയ്തിട്ട് പ്രേക്ഷകർ എന്തുകൊണ്ടാണ് അത്തരം സിനിമകൾ കാണാൻ വരാതിരിക്കുന്നത് എന്നുള്ളതിന് ഒരു കാരണക്കാർ സിനിമാക്കാർ തന്നെയാണ്. ആഴ്ചയിൽ 8ഉം 10ഉം സിനിമകൾ മഴ പെയ്യുമ്പോൾ കിളിർത്തു വരുന്ന തകര പോലെ സിനിമകൾ ഉണ്ടാവുകയാണ്. ജനങ്ങൾ തന്നെ ബുദ്ധിമുട്ടി തുടങ്ങി. പ്രതീക്ഷയോടെ ചിലപ്പോൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ അവർക്ക് നിരാശകൾ തന്നെ തുടർച്ചയായി സംഭവിക്കുമ്പോൾ ഇനി തിയേറ്ററിലേക്ക് പോകണ്ട, OTTയിൽ വരുമ്പോൾ കാണാമെന്ന് വിചാരിക്കും. എന്നാൽ മുറ പോലെയുള്ള സിനിമകൾ, മുഹമ്മദ് മുസ്തഫയെ പോലുള്ള സംവിധായകരുടെ പ്രതീക്ഷയായ സിനിമകൾ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. തിയേറ്ററിൽ വിജയിച്ചെങ്കിലേ അതിൻ്റെ സാങ്കേതിക പ്രവർത്തകർക്കും അതിൻ്റെ നിർമ്മാതാവിനും പ്രയോജനമുണ്ടാകൂ. തിയേറ്ററിൽ വിജയിച്ചെങ്കിൽ മാത്രമേ OTTയിൽ ബിസിനസ് നടക്കൂ. ഇത്രയും നല്ല ഒരു സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കിയ നിർമ്മാതാവിനെ പ്രേക്ഷകരല്ലേ സഹായിക്കേണ്ടത്? ഞാൻ വീണ്ടും വീണ്ടും മുറയെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ പറഞ്ഞേക്കാം അതിലൊരുപാട് വയലൻസ് ഉണ്ട്. നിങ്ങളൊന്ന് ചിന്തിക്കണം. വാഴ എന്നൊരു സിനിമ അടുത്ത കാലത്ത് ഹിറ്റായി. വലിയ താരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അത് ഹിറ്റായതിൻ്റെ പിന്നിലുള്ള കാര്യം അതിലുള്ള തമാശ കൊണ്ട് മാത്രമല്ല, ചെറുപ്പക്കാർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന, ചില സന്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു സിനിമയായിരുന്നു അത്. അതിൽ വളരെ അർത്ഥവത്തായ ചില കാര്യങ്ങളുണ്ടായിരുന്നു. തമാശ അത് വിജയിച്ചതിനൊരു ഘടകമായെങ്കിലും അതിൽ പറഞ്ഞിരുന്ന വിഷയം അർത്ഥസമ്പുഷ്ടമായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ മൂറ എന്ന സിനിമയിൽ യുവാക്കൾ ലഹരിക്ക് അടിമയായി എങ്ങനെയും പണമുണ്ടാക്കണം, എന്ത് കുൽസിത മാർഗത്തിലൂടെയും പണം സമ്പാദിക്കണമെന്ന് കരുതുന്ന ഒരു തലമുറ, അതിൻ്റെ മുൻതലമുറ അവർ ഗുണ്ടായുസത്തിലൂടെയും അതിക്രമങ്ങളിലൂടെയും അക്രമങ്ങളിലൂടെയും പണം സമ്പാദിച്ചു കൂട്ടിയിട്ടും വീണ്ടും പണമുണ്ടാക്കണമെന്നുള്ള ആഗ്രഹം, അതിനെക്കുറിച്ചുള്ള ഡയലോഗുകൾ പോലും അതിലുണ്ട്, ഈ പണത്തിൻ്റെ ആഗ്രഹത്തെക്കുറിച്ച്. പക്ഷേ അതിന് അവർക്കെല്ലാവർക്കും തക്ക പ്രതിഫലം പ്രകൃതി കൊടുക്കുന്നു. റിവെഞ്ച് തീർക്കാൻ പോകുന്നവൻ അത് തീർത്തിട്ട് തിരിച്ചു വരുമ്പോൾ പ്രകൃതി ഒരു റിവെഞ്ച് ചെയ്യുകയാണ്. വീണ്ടും ഞാൻ കഥ പറഞ്ഞ് സിനിമയുടെ നിങ്ങൾ കാണാനുള്ള ആകാംക്ഷ നശിപ്പിക്കുന്നില്ല. വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നു, ആവർത്തിച്ച് പറയുന്നു, ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. നിങ്ങൾ മക്കളെയും കൂട്ടി പോകണം. കാരണം അവർക്കും പഠിക്കാനുണ്ട്, അറിയാനുണ്ട് ചില കാര്യങ്ങൾ ആ സിനിമയിലൂടെ. മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് കാണേണ്ട സിനിമ. താങ്ക് യു മുഹമ്മദ് മുസ്തഫ. ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും മുൻനിരയിൽ പ്രവർത്തിച്ചവർക്കും അതിൻ്റെ നിർമ്മാതാവിനും ഒത്തിരി നന്ദി, അഭിനന്ദനങ്ങൾ.